നിശാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ റെഡിയായി. നമ്മളിപ്പോൾ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കുറച്ച് കഴിയാറായില്ലേ? അതെ, ഇവിടെയും ലേറ്റ് ആയി പോയത്. നമുക്ക് വേഗം പോവാം. അതെ, പോവാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പോട്ട് കുറച്ച് ദൂരെയായിരുന്നു നമ്മുടെ സ്റ്റേന്ന്. അതുകൊണ്ട് വേഗം ഓടി നമ്മൾ എത്തി. ഈ മൊബൈൽ നോക്കേണ്ടത് കാരണം നമ്മൾ ക്ലോസിങ്ങിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് എത്തിയത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള അവക്കാഡോ ടോസ്റ്റും ഫ്രൂട്ട്സും ബിസ്ക്കറ്റ്സും പിന്നെ യോഗട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പ്ലസ് ലൈവായിട്ട് അവർ സ്ക്രാമ്പിൾഡ് എഗ്സും സോസേജും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ട്രൈ ചെയ്തു. പാൻ കേക്കും പിന്നെ ഇവിടെ ഫ്രൂട്ട് ജ്യൂസസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസാണ് എടുത്തത്. നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ട് ക്രൗഡ് വളരെ കുറവായിരുന്നു. പിന്നെ അതായി ഹെന്നായിരുന്നു കേട്ടോ നമ്മുടെ കമ്പനിക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻസ്. അപ്പോൾ നമ്മളിത് കഴിക്കാനായിട്ട് തുടങ്ങി. പിന്നെ നമുക്ക് കമ്പനിക്ക് ആരും ഇല്ല എന്നുള്ള വിഷമം മാറ്റാനായിട്ട് ഈ 2 പീജൻസും വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇത് നമ്മൾ ഇന്നലെ കാണാൻ പറ്റിയില്ലല്ലോ, ബീച്ചൊന്നും ഇരുട്ടായോണ്ട്. അപ്പോൾ ഇപ്പോൾ ഡേ വ്യൂ കാണാൻ പോകും. ഇന്നലെ ഇരുട്ടായോണ്ട് ഒന്നും കാണാത്തതുകൊണ്ടൊന്നും മനസ്സിലായില്ല. ഇതാണ് പ്രൈവറ്റ് ബീച്ച്. എന്നാലും നമ്മൾ പോയതാണ് പബ്ലിക് ബീച്ച്. അത് ഓപ്പൺ ഫോർ പബ്ലിക്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു അസോസിയേറ്റ് പറഞ്ഞതാണ്, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് യു ക്യാൻ ജസ്റ്റ് ഹാവ് എ വ്യൂ ഓഫ് ദി പ്രൈവറ്റ് ബീച്ച്. അപ്പോഴാണ് നമുക്ക് ക്ലിക്ക് ആയതോ. അപ്പോൾ ഇതാണ് എന്തായാലും മോർണിംഗ് വ്യൂ നല്ലത്. അപ്പോൾ പബ്ലിക് ബീച്ച് എല്ലാം കവറായി. ഇന്നലെ രാത്രി ആയിരുന്നല്ലേ, അപ്പൊ മനസ്സിലായില്ല ഏത് പബ്ലിക്കാ ഏത് പ്രൈവറ്റാ. കാരണം 2 ഗേറ്റ് ഉണ്ടായിരുന്നു അകത്ത് പോവാൻ. അങ്ങനെ ഇന്നലെ കണ്ടത് പ്രൈവറ്റ് ബീച്ച് അല്ല എന്ന് സത്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം പ്രൈവറ്റ് ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സ്വിങ്ങിൽ കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഡോക്കിലേക്ക് കയറി. ഞാൻ അവിടെ നിന്ന് വ്യൂ കുറച്ച് കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു ടു ബി സറൗണ്ടഡ് ബൈ വാട്ടർ ഓൾ അറൗണ്ട്. അപ്പോൾ ഈ വ്യൂ കുറച്ച് നേരം ഇരുന്നിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ. പിന്നെ അതുമല്ല ഇവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ജെറ്റ് സ്കീയിങ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ പ്രൈവറ്റ് ബീച്ച് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് കറങ്ങാൻ. നമ്മളിതൊക്കെ സെറ്റായി ചെക്ക് ഔട്ട് ചെയ്യാൻ. അപ്പോൾ പോണതിന് മുന്നേ വിചാരിച്ചു ഒരു കോഫി കുടിച്ചിട്ട് പോവാന്ന്. കോഫി ഉണ്ടാക്കിയിട്ട് പോവാം. കോഫി റെഡി? യെസ്. എങ്ങനെയുണ്ട്? സത്യം പുറത്തു വന്നു. അങ്ങനെ ആ നോട്ട് സോ ഗുഡ് കോഫി അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി. ഈ കാണുന്ന വലിയ ലൈൻ ആ സദൺ മോസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്നാൽ തന്നെ വന്നുകൊണ്ട് ഈ ലോങ് വെയിറ്റിംഗ് സ്കിപ്പ് ചെയ്യാൻ പറ്റി. ഫൈനലി നമ്മൾ പിന്നെയും പബ്ലിക് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ ബീച്ചിൽ പോയിട്ട് കാലിൽ നനയ്ക്കാം. കാലെല്ലാം നനച്ചതിന് ശേഷം പിന്നെ ബീച്ചിൽ വന്ന ഒരു ചടങ്ങുണ്ടല്ലോ, പേര് എഴുതുന്ന ചടങ്ങ്. അപ്പോൾ അത് ജുജു അവിടെ ചെയ്യായിരുന്നു. ഈ ഒരു ചടങ്ങിൻ്റെ ഒരു ഭാഗം കൂടി ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊരു ഹാർട്ട് കൂടി വരച്ചു പേരിൻ്റെ ഇടയിൽ. അങ്ങനെ നമ്മുടെ പേര് എഴുതൽ സെറിമണി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബീച്ച് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ടൂറും ചെയ്യും. ഒരു ട്രെയിൻ ഉണ്ട് ചെറിയ, അത് സിറ്റിയിൽ ഫുൾ കണ്ടിട്ടായിരിക്കും. അത് കാണാം. ആ കാണുന്നതാണ് നമ്മളിപ്പോൾ പോകാൻ പോണ വാച്ച് ടവർ. അടുത്താണ്ട് നടന്നാണ് പോയത്. നടക്കുമ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ ഈ പോൾസുമുള്ള ഈ ബട്ടനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് സിഗ്നലാണ്. മീൻസ് ഇപ്പോൾ നമുക്ക് നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വാക്കിംഗ് സിഗ്നൽ വന്നു. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം റോഡ്. ഇതും എനിക്ക് ഇവിടെ വന്നിട്ട് ഡിഫറെൻ്റ് ആയി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഈ ക്രോസിങ് സിഗ്നൽസൊക്കെ. അങ്ങനെ നടന്ന് നമ്മളിത് ഈ ലൈറ്റ് ഹൗസ് എത്തി. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിന് പിന്നിലൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. 1846 ഒരു ഹരിക്കെയിനിൽ ഒറിജിനൽ ലൈറ്റ് ഹൗസ് ആകെ ഡിസ്ട്രോയ് ആയിപ്പോയി. അപ്പോൾ അവർ റീബിൽഡ് ചെയ്താണ് ഈ സെക്കൻഡ് ലൈറ്റ് ഹൗസ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോയി. ആകെ സ്പൈറലായിട്ടുള്ള സ്റ്റെയർ കേസ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെയിൻ ടൂർ. ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് വേഗം പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. പാർക്കിങ്ങിന്റെ റൈഡിനെക്കാളും കൂടുതൽ പാർക്കിങ്ങിന്റെ പേയ്മെന്റ്. നമുക്കിനി വേഗം പോയിട്ട്
റൈഡ് നോക്കാം. ഇതൊരു 1.5 hour ട്രെയിൻ റൈഡാണ്. അവർ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ കാണിക്കുന്നതാണ് പറഞ്ഞ ഈ റൈഡിൽ. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ടിക്കറ്റ്സും സ്കാനായി. ഇനി നമുക്ക് ട്രെയിനിൽ കയറാം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഇനി നമ്മുടെ ടൂർ സ്റ്റാർട്ട് ആവും. അതെ, നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു പ്രിക്കോഷണറി ബെൽറ്റ് ആയിരുന്നു കേട്ടോ ഈ കയറ്. ഇവിടെ എഴുതിയ പോലെ വേൾഡ് ഫേമസ് കോഞ്ച് ട്രെയിൻ ടൂർ നമ്മുടെ സ്റ്റാർട്ടായിരിക്കുന്നു. ഇതൊരു ഗൈഡഡ് ടൂർ ആയിരുന്നു. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ തന്നെയാണ് എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്യണത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അങ്ങനെയൊക്കെ. ഇത് നമ്മൾ നേരത്തെ പോയ വാച്ച് ടവർ, അതിനെ പറ്റിയും പറഞ്ഞു. പിന്നെ ഇതാ ഈ മഹാഗണി ട്രീ, ഇത് അവരെ എടുത്ത് പറഞ്ഞു കേട്ടോ, ഇവിടെ മഹാഗണീൻ്റെ കുറേ മരങ്ങളുണ്ടെന്ന്. ഇപ്പോൾ ഒരു 10 minutes ബ്രേക്ക് തന്നിരിക്കുക. ഇനി ഒരു 15 minutes ടൂർ ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ സോവിനിയർ ഷോപ്പിൽ കയറാൻ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ. സ്റ്റോർ ഭയങ്കര വലുതായിരുന്നെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ തിരിച്ച് വണ്ടിയിൽ തന്നെ കയറി. പിന്നെ നമ്മൾ വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ് ഈ ഹെൻസ് അവിടെ ഇവിടെയൊക്കെ കറങ്ങണത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഹിസ്റ്ററി ഉണ്ടെന്ന് ഈ റൈഡിൽ കൂടിയാണ് മനസ്സിലായത്. ഇവരെ ഏർലി ക്യൂബൻ ഇമിഗ്രൻറ്റ്സ് കൊണ്ടുവന്നിരുന്നായിരുന്നു കോക്ക് ഫൈറ്റിങ്ങിനൊക്കെ. അതിപ്പോൾ ബാനായി. പക്ഷേ ഇവർ പാർട്ട് ഓഫ് ദ ഹെറിറ്റേജ് ആയതുകൊണ്ട് ഇവർ ഹാം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ലീഗൽ ഒഫൻസ് ആണ്. അതുകൊണ്ട് ഇവർക്ക് ഫ്രീ ആയിട്ട് എവിടെയും കറങ്ങാം. ദേ ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ലോ. അങ്ങനെ ട്രെയിനിൻ്റെ റൈഡ് കഴിഞ്ഞു. നമുക്ക് ഇറങ്ങാം. യൂഷ്വലി നമ്മളെപ്പോഴും ബസ് റൈഡ്സ് ആണ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ട്രെയിൻ റൈഡ് ചെയ്തത്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലത്തെ ബസ്സസ്സാണ് നമ്മൾ കുറേ ചെയ്തേക്കുന്നത്, ഓപ്പ് ഓൺ ഓഫ് ഓഫ് ബസ്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ട്രെയിൻ ചെയ്തു. ഇത് നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന സ്റ്റോറാണ്. ഇവിടെ ഷെൽസിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആയിരുന്നു. ഡിഫറെൻറ്റ് സ്റ്റൈലും ഷേപ്പും ഒക്കെ ഭയങ്കര പ്രിറ്റി ആയിരുന്നു കാണാൻ. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി എൻഹാൻസിങ് ആയിരുന്നു. അങ്ങനെ ഇവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ കളക്ഷൻസ് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിംഗ് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഇതാ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കീ വെസ്റ്റിൻ്റെ ട്രിപ്പ് ഓൾമോസ്റ്റ് ഇവിടെ കഴിയാറായി. നമ്മൾ ഇനി തിരിച്ച് മയാമിലേക്ക് പോവാണ്. ഇനി ബാക്കി അവിടെ. ഇവിടെ നമ്മൾ കാക്കിംഗ് ഉണ്ടോയെന്ന് ട്രൈ ചെയ്തു. ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നൊക്കെ അവൈലബിലിറ്റി ഉണ്ടായില്ല. നെക്സ്റ്റ് 2 days കഴിഞ്ഞിട്ടാണ് കാണിക്കാനുള്ള സ്ലോട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ചെയ്യാൻ പറ്റിയില്ല. ഇനി മയാമിയിൽ ഉണ്ടാവുമോ? അവിടെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. വീണ്ടും നമ്മൾ അങ്ങനെ കീ വെസ്റ്റിൻ്റെ ഈ സ്പെഷ്യാലിറ്റി ആയ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് മയാമിലേക്ക് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ നിൽക്കണ്ടായിരുന്നു ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇത് ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായി. അങ്ങനെ നമ്മൾ പിന്നെയും മയാമി എത്തിയിരിക്കുന്നു. ഇപ്പോൾ ലോങ് ഹവേഴ്സിന് ഡ്രൈവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് എടുത്തിരിക്കുക. ഇവിടെ നമ്മളൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ജാപ്പനീസ് ക്വിസിൻ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അതെ, അവിടെ ഇങ്ങനെ റാമനൊക്കെ കിട്ടും. അത് ഇവിടുത്തെ ഫേമസ് ആണ് ജാപ്പനീസ്കാരുടെ. അത് നമ്മൾ ഡേസോൻ്റെ ഷോപ്പിംഗ് ചെയ്തപ്പോൾ നമ്മൾ ചോപ്സ്റ്റിക്സ് മേടിച്ചില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇത് റാമൻ ജാപ്പനീസ്കാരൻ്റെ ആണ്. അപ്പോൾ ആ ചോപ്സ്റ്റിക്സിനെ പറ്റി പറഞ്ഞാൽ അത് അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്. യൂസ് ചെയ്യാണ്ട് ഞാൻ അന്ന് പറഞ്ഞ പോലെ അതൊരു ഷോ പീസായി മാറി. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മൾ വേറെ പോയിട്ട് ജാപ്പനീസിൻ്റെ ക്വിസിൻ കഴിച്ചിട്ട് പിന്നെ ഇനി കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിൽ. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് വേഗം പോവാം. ഈ ജാപ്പനീസ് ക്വിസിൻ്റെ വീഡിയോ നമ്മുടെ 10 ക്വിസിൻ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലീസ് പോയി കാണണേ. എന്താണ് ഇവിടെ ഇത്ര തിരക്കെന്ന് വിചാരിച്ച് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഫയർ ക്രാക്കേഴ്സ് വെച്ചിരിക്കുകയായിരുന്നു. ന്യൂ ഇയേഴ്സ് ഈവ് ആയതുകൊണ്ട്. അത് നമ്മൾ ചെക്ക് ഇനൊക്കെ ചെയ്തിട്ട് ലഗേജൊക്കെ റൂമിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കണത്. ഇവിടെ അടുത്ത് തന്നെ ഫയർ വർക്ക്സ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട്. അപ്പോൾ അത് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പോണത്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണ്, ട്രാഫിക്കിലെ ടൈം. അത് പാർക്കിംഗ് ഒക്കെ കിട്ടുമോയെന്ന് അറിയില്ല, പക്ഷെ കാണാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഓൾമോസ്റ്റ് 11:50 നമ്മളവിടെ എത്തും. അപ്പോൾ 10 minutes ഉണ്ടാവും അല്ലേ? പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത് മയാമി ഡൗൺ ടൗണിൽ കൂടിയാണ്. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ അവിടെ ടോൾ ബിൽഡിങ്സും ഓഫീസസും ഒക്കെ ഉള്ള പ്ലേസാണ്. മെയിൻ സിറ്റി ഹബ് എന്ന് പറയും. ട്രാഫിക് ജാം കണ്ടോ? ഭയങ്കര അധികം ട്രാഫിക്കാണ്. എല്ലാവരും ഫയർ വർക്ക്സ് കാണാൻ തന്നെയാണ് പോകണമെന്ന് തോന്നുന്നു. ഈ ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിത് ശ്രദ്ധിച്ചത്. കണ്ടോ ഈ 2 ബ്രിഡ്ജ് മുകളിലേക്ക് ലിഫ്റ്റായി നിൽക്കുന്നത്? ഇതിൽ കൂടിയാണ് നമുക്കും പാസ് ചെയ്യേണ്ടത്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതിന് ഡ്രോ ബ്രിഡ്ജസ് എന്നാണ് പറയുക. ഇത് താഴെ കൂടെ ബോട്ടിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ 2 ബ്രിഡ്ജിനും ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതിനടിയിൽ കൂടെ ബോട്ടൊക്കെ പാസ്സായിട്ട് ഇവർക്ക് സിഗ്നൽ കിട്ടുമ്പോൾ പിന്നെ അവർ ഈ ബ്രിഡ്ജിനെ താഴ്ത്തും ആൻഡ് നമ്മുടെ വെഹിക്കിൾസ് ക്യാൻ മൂവ് ഓൺ. ഒരു യുണീക്ക് കോൺസെപ്റ്റ് ആണല്ലോ ഇത്. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്.
ഇതായിരുന്നു ആ ബ്രിഡ്ജ്, ഡിറ്റാച്ച് ആയ ബ്രിഡ്ജ്. അതിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോണത്. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോഷ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോഷ് ലക്ഷറി വെഹിക്കിൾസ് ഒക്കെ കാണാം. ഇതേ കണ്ടോ, റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റും അതുപോലെ തന്നെ ഫെരാരിയും ഒക്കെ കിടക്കുന്നത്. അങ്ങനെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും 12 o'clock ആയി ആൻഡ് ഫയർ വർക്ക്സ് ബിഗാൻ. അങ്ങനെ വി വെൽക്കംഡ് ദ ന്യൂ ഇയർ ഇൻ മയാമി ഡൗൺ ടൗൺ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സൈനിങ് ഓഫ് വിതീഷ്.